നമസ്കാരം. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഹിന്ദു സമൂഹത്തെ കൂട്ടക്കൊല നടത്തിയിട്ടുള്ള ഒരുപാട് ജിഹാദി തലവന്മാരെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ഇങ്ങനെയുള്ള കുറെ മുഗൾ രാജ്യ ഭരണാധികാരികളുടെ പേരിൽ പല സ്ഥലങ്ങളും റോഡുകളും പല സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പേരുകൾ ഇനി എന്തിനാണ് നമ്മുടെ രാജ്യത്ത്? കാരണം നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ ഇടിച്ചു നിരത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്ത് പൂർണ്ണമായിട്ട് ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജന്മമെടുത്ത ആളുകളായിരുന്നു ഇവന്മാരെല്ലാവരും. അവർ അത്രത്തോളം ക്രൂരത നമ്മുടെ രാജ്യത്തോടും നമ്മുടെ സംസ്കാരത്തോടും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയാണ് ഇവര് ഇല്ലായ്മ ചെയ്തിട്ടുള്ളത്. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്ത് നളന്ദ സർവകലാശാല പോലും അഗ്നിക്കിരയാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവരുടെയൊക്കെ പേരിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നമ്മൾക്ക് ഈ ചരിത്രമൊക്കെ അറിയാം. നമ്മൾക്ക് ഇന്ന് ഈ പറയുന്ന ജിഹാദി ഭീകരവാദികളുടെ അടിമയായിട്ടല്ല നമ്മൾ ഇന്നിവിടെ ജസിയ കൊടുത്തിട്ട് ജീവിക്കുന്ന ആളുകളല്ല. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ പല ലോകത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും വന്ന് നമ്മുടെ രാജ്യത്ത് വലിയ തരത്തിൽ തന്നെ ഭീകരമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും കുഴിച്ചു മൂടിയവന്മാരുടെ പേരിൽ എന്തിനാണ് നമ്മുടെ രാജ്യത്തെ സ്ഥലങ്ങൾ? അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് ഇവിടെ പറയാനുള്ളത്. കാരണം അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഇത് പറയും ഇതൊരു വർഗീയതയാണ് എന്നുള്ള വിഷയം പറയും. ഇവിടെ ഒരു പ്രത്യേക സമുദായത്തിന്റെ പേരുകൾ കാരണമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിൽ പറയും. എന്തിനാണ് ഇപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മളെല്ലാവരും വലിയ രീതിയിൽ ആരാധിക്കുന്ന ബഹുമാനിച്ചിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥലത്തൊരു പേരിട്ട് കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം മാർഗ് അല്ലെങ്കിൽ റോഡ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ലെയിൻ എന്നുള്ള രീതിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിട്ടുള്ള ഒരു മതസ്ഥൻ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിഭാഗത്തിലെ ആള് തന്നെയായിരുന്നു ഈ പറയുന്ന APJ അബ്ദുൽ കലാം. ആള് നല്ല രീതിയിൽ തന്നെ ഇസ്ലാം മതത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു, ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ പേരുകൾ ഇട്ടാൽ പ്രശ്നമില്ല. പക്ഷേ ഈ തുഗ്ലക് എന്ന് പറയുന്ന വ്യക്തി നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ ചരിത്രത്തിൽ പറയുന്നത് ഇത് മണ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലായിരുന്നു ഇങ്ങനെ വിളിച്ചിരുന്നത്. അപ്പൊ ഇയാളുടെ പേരിൽ എന്തിനാണ് ദില്ലിയിൽ ഇങ്ങനെ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഇത് നിലനിർത്തിയത് ഇത്രയും വർഷം ആരാണ്? ഇത് നോക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് UPA എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നണിയെ നയിച്ചിരുന്ന കോൺഗ്രസിന് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു ഇവരുടെ ആവശ്യം? ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവന്മാരൊക്കെ സുഖിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഏത് വ്യക്തിയാണെങ്കിലും രാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരുപാട് സാംസ്കാരിക നായകന്മാർ, അവർ ഏത് മതവിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളുകളായിരിക്കണം. പക്ഷെ നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഔറംഗസേബിന്റെ പേരിൽ എന്തിനാണ് നമ്മുടെ രാജ്യത്തെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബാബറിന്റെ പേരിൽ എന്തിനാണ് നമ്മുടെ രാജ്യത്തെ സ്ഥലങ്ങൾ? അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഒന്നും ആവശ്യമില്ല. മതം എന്നുള്ളതിന് അപ്പുറത്തേക്ക് രാജ്യം എന്നുള്ള സംഭവം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് ക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടി, ഇവിടുത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, ജനങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള പല ആളുകളുണ്ട്. അവർ പല മതവിഭാഗങ്ങളിലുണ്ട്. അവരുടെ പേരിൽ മതി. അപ്പൊ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, ഭാരതത്തിന്റെ സംസ്കാരത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് വലിയ രീതിയിൽ ഉയർത്തി കാണിച്ചിട്ടുള്ള സ്വാമി വിവേകാനന്ദന്റെ പേരിൽ ഇപ്പോൾ ദില്ലിയിൽ BJP സർക്കാർ ഈ തുഗ്ലക് ലെയ്ൻ എന്ന് പറയുന്ന ആ ഒരു പേര് മാറ്റി ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് സ്വാമി വിവേകാനന്ദൻ മാർഗ് എന്നുള്ള രീതിയിലേക്ക് ആക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള റോഡുകളുടെ പേരുകൾ മാറ്റുന്ന സംഭവം നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടൊന്നുമില്ല. ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും വേണം. ഉത്തർപ്രദേശിലെ പല പ്രദേശങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ പോലും സംഭാജി നഗർ എന്നുള്ള രീതിയിലേക്ക് മറ്റൊരു ഇതുപോലെയുള്ള ഒരു ഹൈന്ദവ സമൂഹത്തിന് വംശനാശത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അതുപോലെ ക്രൂരമായിട്ടുള്ള നിലപാടുകളെടുത്ത വ്യക്തിയുടെ പേര് മാറ്റി സംഭാജി നഗർ എന്നാക്കി. അപ്പൊ സംഭാജി നഗർ എന്നാക്കുമ്പോൾ സംഭാജി ആരാണ്, സംഭാജി മഹാരാജാവ് ആരാണെന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അത് എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു വികാരമായിട്ട് നമ്മുടെ ഏവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്ന ആളുകൾക്ക് ബോധ്യമാവും. അത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ക്ഷേമത്തിന്, സ്വരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ പേരിലായിരിക്കണം നമ്മുടെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളൊക്കെ അറിയപ്പെടുന്നതെങ്കിൽ അത് നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ്. ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ
ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ തുഗ്ലക്കിനെ പോലെയുള്ള ആളുകളുടെ ഒരു ഇദ്ദേഹത്തിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ഒരു റോഡ്, ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിന്റെ സംഭാവന എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു തരത്തിലുള്ള വികൃതമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള കോൺഗ്രസും കോൺഗ്രസിന്റെ പിണിയാളന്മാരായിട്ടുള്ള ഇവിടുത്തെ കുറെ സുഡാപ്പികൾ എല്ലാവരും കൂടി ചെയ്തു കൂട്ടിയിട്ടുള്ള കുറെ പണികളാണ്. നെഹ്റു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ വലിയൊരു പങ്കാളി, നമ്മുടെ രാജ്യ തലസ്ഥാനത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് അല്ലെങ്കിൽ നടന്നിട്ടുള്ളതെന്ന് കൂടി നമ്മളൊന്ന് നിരീക്ഷിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യുന്ന ആളുകളെ എന്തിനാണ് നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നശീകരണം നമ്മുടെ രാജ്യത്ത് പൂർണ്ണമാക്കുക. ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം ഭാരതീയരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇനി ഇതുപോലെ തന്നെ പല കാര്യങ്ങളും വരും. ഇപ്പോൾ നമ്മൾക്കറിയാലോ കർണാടകയിൽ ടിപ്പു സുൽത്താൻ ജയന്തി നടത്തുന്നത്. കർണാടകയിൽ ടിപ്പു സുൽത്താൻ ജയന്തിക്ക് വേണ്ടിയിട്ട് ആരാണ് മുൻകൈ എടുക്കുന്നത്? കർണാടകയിൽ ഈ ശിവാജി മഹാരാജാവിന്റെ ജയന്തിയെ വലിയ തരത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ തയ്യാറാവാത്തത്? പക്ഷെ പകരം ടിപ്പു സുൽത്താന്റെ ജന്മദിനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള 12% ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ഇങ്ങനെയൊരു നിലപാടുള്ളത്. അതിന്റെ പേരിൽ തന്നെയാണ് അവിടെയുള്ള ഒരു മതപണ്ഡിതൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകയിൽ കഴിഞ്ഞ സമയത്ത് ഉടൻ തന്നെ പറഞ്ഞു, എന്ത് കർണാടകയിൽ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഉള്ള ആളുകളെ ആഭ്യന്തരമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ധനകാര്യമന്ത്രി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്പീക്കർ അടക്കമുള്ളത് ഞങ്ങൾക്ക് വേണം. സ്പീക്കർ ഇപ്പോൾ അവരുടെ തന്നെ കൊടുത്തു തോന്നുന്നു ഈ പറയുന്ന കോൺഗ്രസ്. അപ്പൊ ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് കൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് എവിടെ പേരുണ്ടെങ്കിലും അത് ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ ഇവരുടെ പേരിൽ എന്ത് ആവശ്യത്തിനാണ്? അങ്ങനെ ഒരു പേരേ വേണ്ട, അങ്ങനെ ഒരു സംവിധാനമേ നമ്മുടെ രാജ്യത്ത് വേണ്ട. നമ്മൾക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ദില്ലിയിൽ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ആഭാസനെ, ഒരു വലിയ തരത്തിൽ ജനദ്രോഹ നിലപാടുകൾ എടുക്കുന്ന ഒരു കള്ളനെ പുറത്താക്കിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലേക്ക് ദില്ലിയിലെ ഭരണം കൊടുക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായത്. ഇത് തന്നെയാണ് BJP ഇപ്പോൾ അവിടെ നടത്തിപ്പോരുന്നത്. അവിടെ ഇങ്ങനെ ഒരു പേരുമാറ്റൽ ചടങ്ങിലേക്ക് കാര്യങ്ങൾ കൂടി അതിന്റെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. അത് പല സ്ഥലങ്ങളും ഇതുപോലെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതീയരെ സംബന്ധിച്ച്, രാജ്യസ്നേഹികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള മുഖ്യമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ പൂർവികരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവരെ, നമ്മുടെ ഗ്രന്ഥങ്ങൾ ചുട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരെ, ഇതുപോലെയുള്ള പല ആളുകളും പല രൂപത്തിലുള്ള ഭാവത്തിലുള്ള പല വികൃതമായിട്ടുള്ള ആളുകളും നമ്മുടെ രാജ്യത്ത് ഹിന്ദു ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ജീവിച്ചിട്ടുണ്ട്. ഇവരെ പോലെയുള്ള ആളുകളുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥലവും വേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ വിശ്വസിക്കുന്നതും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും. ഒരു തർക്കമില്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ട് എന്നുള്ളത് കൂടി തന്നെ അവർക്ക് ഏറ്റവും വലിയ അഭിനന്ദനം ഈ ഒരു സമയത്ത് അർപ്പിക്കപ്പെടേണ്ടതാണ്. ഈ ഒരു മാനസികാവസ്ഥ ഉള്ളതിന്റെ പേരിൽ ഇത് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകേണ്ടതാണ്. നിരവധി സ്ഥലങ്ങൾ ഇതുപോലെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് അടക്കമുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ ദില്ലിയിലെ BJP ഭരണകൂടത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.